ഞാൻ സിനിമ അങ്ങനെയില്ല, എല്ലാ ഏത് നടൻ്റെ ആയാലും ഞാൻ ഇരുന്ന് കാണും. സ്പോർട്സാ ഫാൻസ് എന്ന് പറയുമ്പോൾ സിനിമയിലും വരൂലേ. പക്ഷേ അല്ല, എല്ലാവരും നടന്മാരും ഇഷ്ടമാണ്. ഇത്ര അങ്ങനെയില്ല. അല്ല, അങ്ങനെയില്ല. എല്ലാവരെയും പടം കാണും. നല്ല പടം ഏതും കാണും. ക്രിക്കറ്റ് ആണെങ്കിൽ ധോണി, ഇഷ്ടപ്പെട്ട IPL ടീം CSK. പിന്നെ ഫുട്ബോളാണെങ്കിൽ റൊണാൾഡോ, മെസ്സി. പക്ഷേ മെസ്സിയാണ് കൂടുതൽ ഇഷ്ടം. രണ്ടുപേരും ഇഷ്ടമാണ്. അങ്ങനെ അത് കൂടുതൽ കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അടിയില്ല, രണ്ടുപേരും ഇഷ്ടമാണ്. അവരെന്തേലൊക്കെ കാണിക്കട്ടെ. എനിക്ക് ക്രിക്കറ്റ് ആണെങ്കിൽ കോഹ്ലി, പിന്നെ ഇഷ്ടപ്പെട്ട IPL ടീം RCB, പിന്നെ RCB, പിന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഞാൻ അങ്ങനെ കാണത്തില്ല. പക്ഷേ റൊണാൾഡോനെ ഇഷ്ടം. കളിക്കും. ഫുട്ബോളിൻ്റെ കാര്യമല്ലേ? ഫുട്ബോളിൽ റൊണാൾഡോ ഫാനാണ്. കണ്ടിട്ടുണ്ടല്ലേ തലയാട്ടത്. പിന്നെ ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിൻ. എല്ലാത്തിൻ്റെയും പറയണോ ആരെയൊക്കെ ഫാനാണെന്ന്? ഫിലിമാണെങ്കിൽ വിജയ് തളപതി. ക്രിക്കറ്റ് കൂടുതലും കാണുന്ന MS ധോണിയാണ്. മണ്ണിൽ നീന്തും. പറഞ്ഞ MS ധോണിയാണ്. ഫുട്ബോൾ അധികം കാണാറില്ല, എന്നാലും മെസ്സിയാണ് ഇഷ്ടം. അല്ലെൻ്റെ ഉമ്മ എനിക്ക് വേണ്ട, നേരത്തിൽ അവന് കൊടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടന്മാരെയൊക്കെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമകളെ പറ്റി കൂടി പറയാമോ? അവിടെ പറഞ്ഞോട്ടെ. സിനിമ പ്രേമി നീയല്ലേ പറ. എന്താ എല്ലാരും സിനിമ പ്രേമി. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പല സിനിമകളും പല രീതിയിലാണ്. ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഊക്കപ്പുറത്ത് തോന്നുന്നവർ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മാർവലിൻ്റെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് മാർവലിൻ്റെ. അത് വിട്ടൊരു കളിയില്ല. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയൊന്നുമില്ല. കുറേ സിനിമ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഏതൊന്നും പ്രത്യേകിച്ച് എല്ലാവരും പറയണല്ലോ 1000 എണ്ണം. എനിക്ക് കൂടുതൽ കോമഡി പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കോമഡി പടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാറൊക്കെ പോലുള്ള ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനത്തെ പടങ്ങളൊക്കെ ഇല്ലേ, അതിപ്പം ബാഹുബലിയിലും പണ്ടത്തെ അത് എന്നാ തിന്നോ വേണ്ട. അങ്ങനത്തെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മനസ്സിലായി? വാർ ഐറ്റംസ്, പിന്നെ ഈ കോമഡി ആയിട്ടുള്ള, അല്ലാതെ ഈ പേടിക്കുന്നൊന്നും ഇഷ്ടമല്ല എനിക്ക്. ഈ ഹൊററൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ നമ്മൾ സമയം കളഞ്ഞ് പേടിക്കണം. അപ്പോൾ നിങ്ങളുടെ പുതിയ സിനിമയെ പറ്റിയുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? അത് പറയാം. അത് വേണോ? നല്ല വിശേഷം. പിന്നെ സിനിമയെ പറ്റി പറയണമെങ്കിൽ വാഴ എന്ന് പറഞ്ഞൊരു പടമാണ്. അപ്പം അതിൽ നമ്മൾ ചെറിയ റോളുണ്ട്. അപ്പം അതിൻ്റെ 4 പേരുണ്ട്. നമ്മൾ 4 പേരുണ്ട്. ഇങ്ങനെ അത് ബാഹുബലിയിൽ യുദ്ധത്തിന് പോകണമെങ്കിൽ സൈഡിൽ കൂടെ അങ്ങ് പോയി. അല്ല, നമുക്ക് ഒരു നല്ല റോളാണ്, ഒരു നല്ല റോളാണ്. അപ്പം അതാണ് ഇത്രേ പറയൂ. അത് അങ്ങനെയല്ല, കഥയൊന്നും പറഞ്ഞുകൂടാ. അത് ആരൊക്കെയാണെന്ന് ഡയറക്ടർ ആനന്ദ് മേനോൻ പുള്ളിയാണ് ഡയറക്ടർ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ജയജയല, ഡയറക്ടർ നമ്മളെ വിപിൻ ചേട്ടനാണ്. നല്ലൊരു മൂവിയാണ്. ഇനി ബാക്കി ഷെഡ്യൂൾ ഫെബ്രുവരിയിലാണ്. ഇതിപ്പോൾ എവിടെ നോക്കി പറയണം? ക്യാമറ നോക്കണം, എവിടെ നോക്കണം? ബാക്കി ഷെഡ്യൂൾ ഇനി ഫെബ്രുവരിയിലാണ്. നമ്മൾ ഇത്തിരി അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യമില്ല, ഇച്ചിരിയുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കല്ലേ ഗൈസ്. നമ്മൾ ആദ്യത്തെ പടമായ വാഴ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് കാണണം. കാരണം ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അടുത്ത പറയൂ ഹഷീർ. ഗൈസ്, എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, അതേ പറയുള്ളൂ. ആ വീഡിയോ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നമുക്ക് എനർജി തന്നാലേ പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പടം വരുന്നുണ്ട്. അത് ഇറങ്ങാറായില്ല കേട്ടോ, വാഴയെന്നാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള വിപിൻ ചേട്ടൻ. താങ്ക് യു വിപിൻ ചേട്ടാ ഫോർ ഗിവിങ് us എ ചാൻസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ഇതാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പം